So in this section we are going to discuss a very important topic, that is eutectic system. Okay, so all binary system do not show the complete solubility. That means all the binary system do not show complete solubility. The home to the rules are not ideally obeyed by the main pair of elements. Okay, this usually result in two different categories of binary systems. The first one is simple eutectic system, in which the components are completely soluble in a solid state, while insoluble in solid state. അതായത് നമുക്ക് പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോമോർഫോ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേന് എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, ബി എന്ന് പറയുന്നത് സോൾവെൻ്റ് ആറ്റം, സൊല്യൂട്ട് ആറ്റം. ഇത് ലിക്വിഡ് സ്റ്റേറ്റിലും കംപ്ലീറ്റ്ലി സോൾബിൾ ആണ്, സോളിഡ് സ്റ്റേറ്റിലും കംപ്ലീറ്റ്ലി സോൾബിൾ ആണ്. പക്ഷേ യൂട്ടറ്റിക് സിസ്റ്റം ഒക്യൂർ ചെയ്ത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എ എന്ന് പറയുന്ന സൊല്യൂഷൻ സോൾവെൻറ്റും ബി എന്ന് പറയുന്ന സൊല്യൂട്ടും ലിക്വിഡ് സൊല്യൂഷനിൽ കംപ്ലീറ്റ്ലി സോൾബിൾ ആണ്. പക്ഷേ സോളിഡ് സൊല്യൂഷനിലോട്ട് വരുമ്പോഴത്തേന് അത് കംപ്ലീറ്റ്ലി സോൾബിൾ അല്ല. ഒന്നെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഇൻസോൾബിൾ ആവാം, അല്ലെങ്കിൽ ലിമിറ്റഡ് സോൾബിലിറ്റി ഉണ്ടായിരിക്കാം. മനസ്സിലായില്ലേ? ഒന്നുകിൽ കംപ്ലീറ്റ്ലി ഇൻസോൾബിൾ ആയിരിക്കും, അതായത് രണ്ട് പരസ്പരം സോൾബിൾ അല്ലാതെ വരാം, അല്ലെങ്കിൽ ലിമിറ്റഡ് സോൾബിലിറ്റി ഉണ്ട്, കുറച്ചൊക്കെ സോൾബിൾ ആവാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഐസോമോർഫസ് സിസ്റ്റത്തിനകത്ത് ലിക്വിഡ് ഫേസ് വരുമ്പോൾ ഒറ്റ ഫേസ് മാത്രമേ ഉള്ളൂ. കാരണം കംപ്ലീറ്റ്ലി സോൾബിൾ ആയതുകൊണ്ട് രണ്ട് ഫേസായിട്ടല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്, ഒറ്റ ഫേസായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ യൂട്ടറ്റിക് സിസ്റ്റം വരുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? കംപ്ലീറ്റ്ലി സോൾബിൾ അല്ല, അല്ലെങ്കിൽ പാർഷ്യൽ സോൾബിലിറ്റി മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേന് സോളിഡ് സ്റ്റേറ്റ് വരുമ്പോഴത്തേന് ഒറ്റ ഫേസായിട്ടല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്, രണ്ട് ഫേസായിട്ടായിരിക്കും, രണ്ട് സോളിഡ് സൊല്യൂഷൻസ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിക്കാനുണ്ട്. യൂട്ടറ്റിക് റിയാക്ഷൻ എന്താണ്, അതിനെപ്പറ്റിയെല്ലാം ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇൻ എ യൂട്ടറ്റിക് റിയാക്ഷൻ, when a liquid solution of definite composition solidifies at a fixed temperature, two separate solid phases are formed. This is an invariant reaction, means it occurs at a point having 0 degree of freedom. അതായത് യൂട്ടറ്റിക് റിയാക്ഷൻ എന്ന് പറയുമ്പം ഒരു സ്പെസിഫിക് കോമ്പോസിഷനുള്ള ഒരു ലിക്വിഡ് സൊല്യൂഷൻ. ഓക്കെ, അതിനകത്ത് രണ്ട് കമ്പോണൻസ് ഉണ്ടായിരിക്കും. ഒരു മെറ്റൽ എയും മെറ്റൽ ബിയും, അത് രണ്ട് ലിക്വിഡ് ഫേസിലിരിക്കുക. അതിനൊരു പ്രത്യേക കോമ്പോസിഷനുണ്ട്. ആ പ്രത്യേക കോമ്പോസിഷനുള്ള ഒരു ലിക്വിഡ് സൊല്യൂഷനെ ഞാൻ അതിനെ സോൾഡിഫിക്കേഷൻ ചെയ്യാൻ പോവാം. ഒരു ഫിക്സഡ് ടെമ്പറേച്ചറിൽ വെച്ച് സോൾഡിഫിക്കേഷൻ ചെയ്യാൻ പോവാം. അപ്പോൾ പെട്ടെന്ന് സംഭവിക്കും, ആ ലിക്വിഡ് ഫേസ് രണ്ട് സോളിഡ് ഫേസസായിട്ട് സെപ്പറേറ്റ് ആവും. അങ്ങനെ ഉണ്ടാകുന്ന റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് യൂട്ടറ്റിക്. മനസ്സിലായില്ലേ? ലിക്വിഡ് സോൾഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സോളിഡ് 1ഉം സോളിഡ് 2 ആയിട്ട് രണ്ട് ഫേസായിട്ട് മാറുന്നു. പക്ഷേ ഈ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിലാണ് എന്താണ് ഇമ്പോർട്ടൻറ്റ്? ഒരു ഡെഫിനിറ്റ് കോമ്പോസിഷനുണ്ട്, ഒരു ഫിക്സഡ് ടെമ്പറേച്ചറുണ്ട്. ഈ രണ്ട് പോയിൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു ലിക്വിഡ് മെറ്റൽ അല്ലെങ്കിൽ ലിക്വിഡ് അലോയ്, ഒരു സ്പെസിഫിക് കോമ്പോസിഷൻ, ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ വെച്ച് നമ്മൾ സോൾഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ രണ്ട് സോളിഡ് സൊല്യൂഷൻസ് ആയിട്ട് മാറുന്നു. സോളിഡ് സൊല്യൂഷൻ 1ഉം സോളിഡ് സൊല്യൂഷൻ 2. ആ ഒരു റിയാക്ഷനെ പറയുന്ന പേരാണ് യൂട്ടറ്റിക് റിയാക്ഷൻ. ഇൻ യൂട്ടറ്റിക് സിസ്റ്റം ദർ ഈസ് ആൾവേസ് ആൻ അലോയ് ഓഫ് സ്പെസിഫിക് കോമ്പോസിഷൻ. അപ്പോൾ എല്ലായ്പ്പോഴും ഇങ്ങനെ സംഭവിക്കത്തില്ല. എപ്പോൾ മാത്രമേ സംഭവിക്കത്തുള്ളൂ? ഒരു സ്പെസിഫിക് കോമ്പോസിഷന് കൊണ്ടുവന്നിട്ട് നമ്മൾ കൂൾ ചെയ്യുമ്പോൾ മാത്രമേ, ഒരു സ്പെസിഫിക് കോമ്പോസിഷനിൽ കൊണ്ടുവന്നിട്ട് ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ ബിലോ കൊണ്ടുവരുമ്പോഴായിരിക്കും ഈ ഒരു ലിക്വിഡ് സൊല്യൂഷൻ രണ്ട് സോളിഡ് സൊല്യൂഷൻസ് ആയിട്ട് മാറുന്നത്. ആ ഒരു സ്പെസിഫിക് കോമ്പോസിഷനെ പറയുന്ന പേരാണ് യൂട്ടറ്റിക് കോമ്പോസിഷൻ. നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടാകത്തില്ല, പക്ഷേ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് അങ്ങോട്ട് പോകുമ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതായത് ലിക്വിഡ് ഫേസ് ഇതിനകത്ത് എന്തുണ്ട്? എ ഉണ്ട്, ബി ഉണ്ട്. പക്ഷേ ഇത് ഒരു സ്പെസിഫിക് കോമ്പോസിഷനിലുള്ള ലിക്വിഡ് ഫേസ് ഞാനിങ്ങനെ സോൾഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ, ഇത് കൂളിങ്ങും ഇത് ഹീറ്റിങ്ങുമാണ്. സോൾഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഒരു സോളിഡ് 1ഉം ഒരു സോളിഡ് 2 രണ്ട് സോളിഡായിട്ട് മാറുന്നു. ഇങ്ങനെ മാറണം എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക കോമ്പോസിഷനുള്ള ലിക്വിഡ് കൂൾ ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെ ആവത്തുള്ളൂ. ആ കോമ്പോസിഷനെ പറയുന്ന പേരാണ് യൂട്ടറ്റിക് കോമ്പോസിഷൻ, വിച്ച് സോൾഡിഫൈസ് അറ്റ് എ ഫിക്സഡ് ലോവർ ടെമ്പറേച്ചർ ദാൻ അതർ അലോയ്സ് ഓഫ് ആൾ അതർ കോമ്പോസിഷൻ. അപ്പോൾ ഈ ഒരു കോമ്പോസിഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫിക്സഡ്
ലോവർ ടെമ്പറേച്ചർ വേറെ ഇപ്പം നമ്മൾ കുറേ കോമ്പോസിഷൻസ് കാണും 10, 20, 30, 40, 50, 60, 70, 80, 100. ഇപ്പോൾ 2 അലോയ് ഉണ്ടെങ്കിൽ 10 അങ്ങനെ കുറേ കോമ്പോസിഷൻ ഉണ്ട്. ഇപ്പം ഞാൻ പറയുന്ന ഒരു 51% ഓഫ് എ എന്ന് പറയുന്ന കോമ്പോസിഷനാണ് യൂട്ടറിറ്റിക് കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂട്ടറിറ്റിക് കോമ്പോസിഷൻ സോൾട്ടിഫൈ ചെയ്യുന്നത് ബാക്കിയുള്ള കോമ്പോസിഷനെക്കാട്ടിലും ഒരു ലോവർ ടെമ്പറേച്ചറിലായിരിക്കും. ആ ഒരു ലോവർ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് യൂട്ടറിറ്റിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് യൂട്ടറിറ്റിക് കോമ്പോസിഷൻ ഉള്ള ഒരു സൊല്യൂഷൻ സോൾട്ടിഫിക്കേഷൻ ചെയ്യുന്ന ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് യൂട്ടറിറ്റിക് ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചർ ബാക്കിയുള്ള കോമ്പോസിഷൻ ഉള്ള സോൾട്ടിഫിക്കേഷൻ ടെമ്പറേച്ചറിനെക്കാളും കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ യൂട്ടറിറ്റിക് ടെമ്പറേച്ചറും യൂട്ടറിറ്റിക് കോമ്പോസിഷനും വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പോയിൻറ്റിനെ പറയുന്ന പേരാണ് യൂട്ടറിറ്റിക് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ പോയിൻ്റ് ഓൺ ദ ഫേസ് ഡയഗ്രാം ഡിറ്റർമൈൻഡ് ബൈ ദ യൂട്ടറിറ്റിക് കോമ്പോസിഷൻ ആൻഡ് യൂട്ടറിറ്റിക് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് യൂട്ടറിറ്റിക് പോയിൻ്റ്. ഓക്കെ, എന്താണ് യൂട്ടറിറ്റിക് മീൻസ് ഈസി ടു മെൽറ്റ്. ഹിയർ ദ അലോയ് ഓഫ് യൂട്ടറിറ്റിക് കോമ്പോസിഷൻ ഈസ് ഹാവിങ് ദി ലോവസ്റ്റ് ഫ്രീസിങ് പോയിൻറ്റ്. Okay, also യൂട്ടറിറ്റിക് alloy solidifies just like a pure metal, it solidifies at constant temperature. അതായത് ഇപ്പം നമുക്ക് ഒരു അലോയ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഒന്നിൽ കൂടുതൽ മെറ്റൽസ് കാണും. പക്ഷേ ഈ യൂട്ടറിറ്റിക് കോമ്പോസിഷനുള്ള അലോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിഫറെൻറ്റ്, ഇപ്പം ഞാൻ പറഞ്ഞില്ല എ എന്ന് പറയുന്ന മെറ്റലും ബി എന്ന് പറയുന്ന മെറ്റലും ഒരു അലോയ്ക്കകത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഡിഫറെൻറ്റ് കോമ്പോസിഷൻ ഉണ്ട്. 10 weight% ഓഫ് എ, 20 weight% ഓഫ് ബി, 30 weight% ഓഫ് ബി, അങ്ങനെ കുറേ കോമ്പോസിഷൻസ്. പക്ഷേ ഒരു പ്രത്യേക കോമ്പോസിഷന് സോൾഡിഫിക്കേഷൻ നടക്കുമ്പോഴത്തേന് ഈ ബാക്കിയുള്ള കോമ്പോസിഷനെ വെച്ച് കമ്പയർ ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു ലോവർ ഒരു ടെമ്പറേച്ചറിൽ ഇത് സോൾഡിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പോയിൻറ്റിനെ പറയാം, അല്ലെങ്കിൽ ആ ഒരു കോമ്പോസിഷൻ പറയാം യൂട്ടറിറ്റിക് കോമ്പോസിഷൻ. ആ ഒരു ടെമ്പറേച്ചർ പറയാം യൂട്ടറിറ്റിക് പോയിൻറ്റ്. ഈ യൂട്ടറിറ്റിക് കോമ്പോസിഷനും യൂട്ടറിറ്റിക് പോയിൻറ്റും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ഡയഗ്രത്തിനായിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നവരാണ് യൂട്ടറിറ്റിക് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ. ഓക്കെ, ദ ഫേസ് ഡയഗ്രാം ഓഫ് ദിസ് ഫേസ് ഇൻവോൾവ്സ് എ യൂട്ടറിറ്റിക് റിയാക്ഷൻ as the two components are mutually soluble to some extent in solid state. The solid solutions are formed at the both ends of the phase diagram. അതായത് നമുക്ക് ഈ ഒരു ഇതിനകത്ത് ഈ യൂട്ടറിറ്റിക് സൊല്യൂഷൻസ് എന്ന് പറയുമ്പോഴത്തേന് 2 ടൈപ്പ് ഉണ്ട്. ഒന്നെങ്കിൽ കംപ്ലീറ്റ്ലി ഇൻസോൾയുബിൾ ആവാം, അതായത് സോലുബിൾ. പക്ഷേ രണ്ടാമത്തെ കേസ് ഒരു ലിമിറ്റഡ് സോലുബിലിറ്റി ഉണ്ട്. അതായത് എ എന്ന് പറയുന്ന മെറ്റൽ ബി എന്ന് പറയുന്ന മെറ്റലിനകത്ത് ഒരു ലിമിറ്റ് വരെ സോലുബിൾ ആവും, ലിമിറ്റ് കഴിഞ്ഞ് ഞാൻ സോലുബിൾ ആവത്തില്ല. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന മെറ്റൽ എ എന്ന് പറയുന്ന മെറ്റലിനകത്ത് ഒരു ലിമിറ്റ് വരെ സോലുബിൾ ആവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലിമിറ്റഡ് സോലുബിലിറ്റി ഉണ്ട്. അപ്പം ഇതിനകത്ത് ഈ 2 സോളിഡ് സൊല്യൂഷൻസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, ആ 2 സോളിഡ് സൊല്യൂഷൻസ് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ട് പോവാം. ഈ 2 സോളിഡ് സൊല്യൂഷൻ ഉണ്ട്. ലിക്വിഡ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ്, ഇതിനകത്ത് രണ്ട് കമ്പോണൻസ് അലോയ്സ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ അലോയ്സ് മെറ്റൽസ് ഉണ്ട്. ഈ സോളിഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ 2 സോളിഡ് സൊല്യൂഷൻ, ഒന്ന് ആൽഫ ഉണ്ടാവും, ഒന്ന് ബീറ്റ ഉണ്ടാവും. ആ ആൽഫയും ബീറ്റയും എവിടെ ആയിരിക്കും? ഈ ഒരു ഫേസ് ചേർത്ത് 2 എൻഡിലായിട്ടായിരിക്കും നമ്മൾ കാണിക്കുന്നത്. ആൽഫയും ബീറ്റയും ഈ ഒരു ഫേസ് ചേർത്തിന് 2 എൻഡിലായിട്ടായിരിക്കും കാണിക്കുന്നത്. ദി സോളിഡ് സൊല്യൂഷൻസ് പറയുന്ന പേരാണ് ടെർമിനേറ്റ് സോളിഡ് സൊല്യൂഷൻസ്. ഓക്കെ, ടെർമിനേറ്റ് സോളിഡ് സൊല്യൂഷൻസ്. അപ്പം ഈ ഒരു സോളിഡ് സൊല്യൂഷൻ ഇത് ലിമിറ്റാണ്. ഇതുണ്ടോ, ഇത് ലിമിറ്റാണ്. അതായത് എന്താ പറഞ്ഞത്, ഈ ഭാഗത്ത്, അതായത് നമ്മൾ ഈ എടുക്കുമ്പോഴത്തേന് ഇത് കോപ്പർ നിക്കലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കോപ്പർ അല്ലേ 100%, അപ്പം നിക്കലിൻ്റെ കോൺസെൻട്രേഷൻ കുറവല്ലേ. അപ്പോൾ കോപ്പർ നിക്കലിനകത്ത് എത്രമാത്രം ഡിസോൾവ് ആകും? 7.9 weight% ഓഫ് നിക്കൽ മാത്രമേ ഡിസോൾവ് ആകത്തുള്ളൂ മാക്സിമം. അതായത് കോപ്പറാണ് ഇവിടെ കൂടുതൽ. അപ്പോൾ കോപ്പർ സോൾവെൻ്റ് ആയിട്ടും നിക്കലല്ല ഇവിടെ, കോപ്പറും സിൽവറാണ്. അപ്പോൾ കോപ്പർ സോൾവെൻ്റ് ആയിട്ടും സിൽവർ സൊല്യൂട്ട് ആറ്റംസുമാണ്. അപ്പം സോൾവെൻ്റ് ആറ്റത്തിനകത്ത് സൊല്യൂട്ട് ആറ്റമായ സിൽവർ എവിടെ വരെ ഡിസോൾവ് ആകത്തുള്ളൂ? 7.9. അപ്പോൾ ഈ ഒരു പോയിൻ്റ് പറയുന്ന പേരാണ് എന്താണ്? സോലുബിലിറ്റി ലിമിറ്റ് എന്ന് പറയും. ഈ പോയിൻ്റ് എന്താണ്? സോലുബിലിറ്റി ലിമിറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗം വരുമ്പോഴത്തേന് എന്താണ്? സിൽവറാണ് കൂടുതൽ വരുന്നത്. സിൽവറാണ് അവിടുത്തെ സോൾവെൻ്റ് ആറ്റം അല്ലേ, കോപ്പറാണ് അവിടുത്തെ സൊല്യൂട്ട് ആറ്റം. അപ്പോൾ സിൽവറിനകത്ത് സൊല്യൂട്ട് ആറ്റമായ കോപ്പർ എത്രമാത്രം ഡിസോൾവ് ആകത്തുള്ളൂ? ഈ ഒരു ലിമിറ്റ് വരെ. ഈ ഒരു ലിമിറ്റാണ് സോൾവെൻ്റ്
ആ ഒരു സോളിബിലിറ്റി ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോളിബിലിറ്റി ലിമിറ്റ് കാണിക്കുന്ന കർവിനെ പറയുന്ന പേരാണ് സോൾവേഴ്സ് ലൈൻ എന്ന് പറയുന്നത്. സോളിബിലിറ്റി ലിമിറ്റ് കാണിക്കുന്ന ഈ രണ്ട് കർവിനെ പറയുന്ന പേരാണ് സോൾവേഴ്സ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ സോളിബിലിറ്റി ലിമിറ്റ് കാണിക്കുന്ന ആ രണ്ട് കർവിനെ പറയുന്ന പേരാണ് സോൾവേഴ്സ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ യൂട്ടറ്റിക് റിയാക്ഷൻസ് ഉള്ള കുറേ കർവ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പർ സിൽവർ, പിന്നെ ടിൻ ലെഡ്, ഓക്കെ, അതുപോലെ തന്നെ Al2O3, Zr2O2, MgO, അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ട് എക്സാമിനേഷൻ ചോദിക്കുന്നത് കോപ്പർ സിൽവറിൻ്റെ യൂട്ടറ്റിക് ഫേസ് ഡയഗ്രാം വരയ്ക്കുക, അല്ലെങ്കിൽ ടിൻ ലെഡിൻ്റെ യൂട്ടറ്റിക് ഫേസ് ഡയഗ്രാം വരയ്ക്കാനായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ആദ്യമേ കോപ്പർ സിൽവറിൻ്റെ യൂട്ടിലിറ്റി ഡയഗ്രാം. അപ്പോൾ കോപ്പർ സിൽവറിൻ്റെ യൂട്ടിലിറ്റി ഡയഗ്രാം വരയ്ക്കാൻ പറയുമ്പോഴത്തേനും നിങ്ങൾ ഈ ഡയഗ്രമാണ് വരയ്ക്കേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇങ്ങനെ പല ആവർത്തി വരച്ച് പഠിച്ചെങ്കിൽ മാത്രമേ ഈ ടെമ്പറേച്ചർ പോയിൻറ്റ്സ് 7.9, 71, 90 ഇതെല്ലാം ഇമ്പോർട്ടൻ്റാണ്. ഈ പോയിൻറ്റ്സ് എല്ലാം ഈ വാല്യൂസ് എല്ലാം നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാക്കി തരാമെന്നുള്ള കാര്യം ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഈ കോപ്പർ സിൽവർ ഫേസ് ഡയഗ്രമാണ് ഇതിനെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് യൂട്ടറ്റിക് റിയാക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ? ഇൻഡിക്കേറ്റ് യൂട്ടറ്റിക് റിയാക്ഷൻ ആൻഡ് സോൾവേഴ്സ് ലൈൻ. യൂട്ടറ്റിക് റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. The two terminal solid solutions are observed in the system are denoted by alpha and beta. രണ്ട് ടെർമിനൽ സോളിഡ് സൊല്യൂഷൻസ് ഉണ്ട്. നമുക്ക് ആൽഫ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇവിടെ ഒന്ന് ബീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, there are number of features for this diagram which makes it different. There are three single phase regions in the diagram. അത് എത്ര സിംഗിൾ ഫേസ് റീജിയൻസ് ഉണ്ടെന്ന് നോക്കാം. ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഒരു ഫേസ് മാത്രമേ ഉള്ളൂ. ഏത്? ലിക്വിഡ് ഫേസ് മാത്രമേ ഉള്ളൂ. ഈ ഭാഗത്ത് ഒരു ഫേസ് മാത്രമേ ഉള്ളൂ, സോളിഡ് ആ ഫേസായ ആൽഫ ഫേസ് മാത്രമേ ഉള്ളൂ. ഈ ഭാഗത്ത് ഒരു ഫേസ് മാത്രമേ ഉള്ളൂ, സോളിഡ് ഫേസായ ബീറ്റ ഫേസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ എന്ന് പറയുന്നത് ഇവിടെ ഒരു സോളിഡ് സൊല്യൂഷനാണ് ആൽഫ. ആൽഫ ഈസ് എ സോളിഡ് സൊല്യൂഷൻ ഇൻ വിച്ച് കോപ്പർ ഈസ് എ സോൾവെൻ്റ് ആൻഡ് സിൽവർ ഈസ് എ സൊല്യൂട്ട്. ഞാൻ പറഞ്ഞു ഓൾറെഡി. ഈ ഭാഗത്ത് എന്താണ്? കോപ്പർ 100%. അപ്പോൾ കോപ്പറിൻ്റെ പെർസെൻറ്റേജാണ് കൂടുതലുള്ളത്. അപ്പോൾ അവിടെ കോപ്പർ ആൽഫയ്ക്കകത്ത് കോപ്പർ കൂടുതലും സിൽവർ കുറവാണ്. അപ്പോൾ കോപ്പർ സോൾവെൻ്റ് ആറ്റമാണ്, സിൽവർ സൊല്യൂട്ടാണ്. അതുപോലെ തന്നെ ബീറ്റ വരുമ്പോഴത്തേന് ഈ ഭാഗത്ത് ഏതാ കൂടുതൽ? സിൽവറാണ് കൂടുതൽ. അപ്പോൾ സിൽവർ കൂടുതലും കോപ്പർ കുറവ്. അപ്പോൾ ബീറ്റ എന്ന് പറയുമ്പോഴത്തേന് സിൽവർ ഈസ് ദി സോൾവെൻ്റ് ആറ്റം ആൻഡ് കോപ്പർ ഈസ് ദി സൊല്യൂട്ട് ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ഈ സോളിബിലിറ്റി ലിമിറ്റേഷൻ എത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സോളിബിളാണ്. ഈ സോളിബിലിറ്റി ഓഫ് സിൽവർ ഇൻ കോപ്പർ ഈസ് ലിമിറ്റഡ് ഇൻ ആൽഫ ഫേസ് വൈൽ. അപ്പോൾ ഈ ആൽഫ ഫേസിനകത്ത് കോപ്പർ അല്ലേ കൂടുതൽ, സിൽവർ കുറവാണ്. അപ്പോൾ സിൽവർ കോപ്പറിനകത്ത് ഡിസോൾവ് ആവുന്ന ഒരു ലിമിറ്റുണ്ട്. എവിടെ വരെ ഡിസോൾവ് ആവത്തുള്ളൂ? മാക്സിമം 7.9 വരെ ഡിസോൾവ് ആവത്തുള്ളൂ. അതായത് കോപ്പർ സിൽവറിനകത്ത് മാക്സിമം എവിടെ വരെ ഡിസോൾവ് ആവത്തുള്ളൂ? 7.9 വരെ ഡിസോൾവ് ആവത്തുള്ളൂ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ബീറ്റ നോക്കുകയാണെങ്കിൽ ബീറ്റയ്ക്കകത്ത് ഏത് ആറ്റംസാണ് കൂടുതലുള്ളത്? സിൽവർ ആറ്റംസാണ് കൂടുതലുള്ളത്. കോപ്പർ ആറ്റംസ് കുറവാണുള്ളത്. ആണല്ലോ, സിൽവർ ആറ്റംസ് കൂടുതൽ, കോപ്പർ ആറ്റംസ് കുറവ്. അപ്പോൾ ഈ 91.2 എന്ന് പറയാൻ കാണിച്ചേക്കുന്നത് എന്തിൻ്റെ സത്യത്തിൽ കാണിച്ചേക്കുന്നത്? സിൽവറിൻ്റെ പെർസെൻറ്റേജാണ്. അപ്പം ഈ ഭാഗത്ത് സിൽവർ ആറ്റംസ് കൂടുതലും, കോപ്പർ ആറ്റംസ് കുറവാണ്. അപ്പോൾ സിൽവർ ആറ്റംസ് സോൾവെൻറ്റും കോപ്പർ ആറ്റംസ് സൊല്യൂട്ടുമാണ്. അപ്പോൾ ഈ ബീറ്റയ്ക്കകത്ത് സിൽവർ ആറ്റം കൂടുതലാണ്, അത് നമുക്ക് പറഞ്ഞല്ലോ. അപ്പോൾ സോല്യൂട്ടായ കോപ്പർ ആറ്റംസിൻ്റെ സോലുബിലിറ്റി എത്ര മാത്രമേ ഉള്ളൂ? ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ 100 - 91.2 എത്ര? ഏകദേശം 8.8% ഓഫ് കോപ്പർ മാത്രമേ ബീറ്റയ്ക്കകത്തുള്ളൂ. അതായത് 100% അലോയ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 8.8% മാത്രമേ ബീറ്റ 100% ബീറ്റ അലോയ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 8.8% മാത്രമേ എന്ത് കാണത്തുള്ളൂ? കോപ്പർ കാണത്തുള്ളൂ. ബാക്കി എല്ലാം സിൽവർ ആയിരിക്കും. അതേസമയം ഇവിടെ എടുത്താലോ 100% ആൽഫ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 7.9% മാത്രമേ സിൽവർ കാണത്തുള്ളൂ. ബാക്കിയെല്ലാം എന്തുമായിരിക്കും? കോപ്പർ ആയിരിക്കും. അപ്പോൾ അത് രണ്ടെണ്ണം മനസ്സിലായല്ലോ. ഇനി നമുക്ക് പറയുമ്പോൾ ലിക്വിഡസ് ലൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് സിൽവർ ഈസ് ആഡഡ് ടു കോപ്പർ. ഈ ലിക്വിഡസ് ലൈൻ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സിൽവർ കോപ്പറിനകത്തോട്ട് ആഡ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ എന്താണ്?
ഇങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്താണ് സിൽവർ കോപ്പറിനകത്തോട്ട് ആഡ് ചെയ്യുമല്ലേ. ഈ ഭാഗത്ത് കോപ്പർ കൂടുതലും ഈ ഭാഗത്ത് കോപ്പർ കൂടുതലും ഈ ഭാഗത്ത് സിൽവർ കൂടുതലും വരുന്നത്. ഇപ്പോൾ ലിക്വിഡോസ് ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ് സിൽവർ കോപ്പറിനകത്തോട്ട് ആഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പം സിൽവർ കോപ്പറിനകത്തോട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, സിൽവർ കോപ്പറിനകത്തോട്ട് ആഡ് ചെയ്യുമ്പോൾ മെൽറ്റിംഗ് പോയിൻറ്റ് ഡിക്രീസ് ചെയ്യുന്നു. നോക്കി ഈ ഭാഗത്ത് കോപ്പർ മാത്രമേ ഉള്ളൂ കണ്ടോ, ഈ ഭാഗത്ത് കോപ്പർ മാത്രമേ ഉള്ളൂ, ഈ ഭാഗത്ത് കോപ്പർ മാത്രമേ ഉള്ളൂ, കൂടുതലും കോപ്പറാണ്. അപ്പോൾ ഇവിടെ മെൽറ്റിംഗ് പോയിൻറ്റ് ഹൈ ആണ്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേന് കൂടുതലുണ്ട് സിൽവറുണ്ട്. അപ്പം നോക്കി മെൽറ്റിംഗ് പോയിൻറ്റ് കുറഞ്ഞു കണ്ടോ. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, ഈ ഒരു സിൽവർ ആഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിക്കും, മെൽറ്റിംഗ് പോയിൻറ്റ് കുറഞ്ഞു വരുന്നു അല്ലേ. അപ്പം ഇപ്പം നമുക്ക് എന്ത് കൊടുത്ത് ഇവിടുന്ന് ലിക്വിഡസ് ലൈൻ എന്ന് പറയുമ്പോഴത്തേന് സിൽവർ ആറ്റംസ് ആഡ് ചെയ്യുമ്പോഴാണ് ഈ ലിക്വിഡസ് ലൈന് ഈ റൈറ്റിലോട്ട് പോകുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് കോപ്പർ ആറ്റംസ് കൂടുതലാണ്, സിൽവർ ആറ്റംസ് കുറവാണ്. അപ്പോൾ അവിടുത്തെ മെൽറ്റിംഗ് പോയിൻറ്റ് നോക്കി ഇത്രയും വന്നു. പക്ഷേ ഈ ഭാഗത്ത് നോക്കിയപ്പോൾ സിൽവർ ആറ്റംസ് കുറച്ചുകൂടെ കൂടി, കോപ്പർ ആറ്റംസ് കുറച്ച് കുറഞ്ഞു. അപ്പോൾ അവിടുത്തെ മെൽറ്റിംഗ് പോയിൻറ്റ് എന്താ കുറഞ്ഞു. അപ്പോൾ സിൽവർ ആറ്റംസ് കൂടുന്നതനുസരിച്ച് നമുക്ക് എന്ത് പറഞ്ഞു അവിടെ മെൽറ്റിംഗ് പോയിൻറ്റ് കുറയുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ് അപ്പം സിൽവർ ആറ്റംസ് ആഡ് ചെയ്യുന്നതനുസരിച്ച് ആദ്യമേ ഇത്രയും മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ടായിരുന്നു ഈ അലോയ്ക്ക്, ഇത്രയും മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട്, പിന്നെ ആഡ് ചെയ്തപ്പോൾ ഇത്രയും മെൽറ്റിംഗ് പോയിൻ്റ് വന്നു, പിന്നെ ആഡ് ചെയ്തപ്പോൾ ഇത്രയും മെൽറ്റിംഗ് പോയിൻ്റ് വന്നു, പിന്നെ ആഡ് ചെയ്തപ്പോൾ ഇത്രയും മെൽറ്റിംഗ് പോയിൻ്റ് വന്നു, പിന്നെ ആഡ് ചെയ്തപ്പോൾ ഇത്രയും മെൽറ്റിംഗ് പോയിൻ്റ് വന്നു. അങ്ങനെ വന്ന് ഒരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ഏറ്റവും കുറവ് മെൽറ്റിംഗ് പോയിൻ്റ് വന്നു. ആ മെൽറ്റിംഗ് പോയിൻ്റ് വരുന്ന പോയിൻറ്റിനെ പറയുന്ന പേരാണ് യൂട്ടറ്റിക് പോയിൻ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുകയല്ലേ ചെയ്യുന്നത്, മെൽറ്റിംഗ് പോയിൻ്റ് കൂടുക, അങ്ങനെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഏറ്റവും കുറവ് മെൽറ്റിംഗ് പോയിൻ്റ് വന്ന പോയിൻറ്റിന് പറയുന്ന പേരാണ് യൂട്ടറ്റിക് പോയിൻ്റ്. അപ്പോൾ ഈ പോയിൻറ്റിൽ ഈ ഒരു കോമ്പോസിഷനിലുള്ള അല്ലെങ്കിൽ ഈ ഒരു പോയിൻ്റ് വെച്ച് നമ്മൾ സോളിഡിഫിക്കേഷൻ പോവുകയാണെങ്കിൽ ലിക്വിഡ് ഡയറക്റ്റായിട്ട് രണ്ട് സോളിഡ് സൊല്യൂഷൻ ആൽഫ പ്ലസ് ബീറ്റ എന്ന രണ്ട് സോളിഡ് സൊല്യൂഷൻസ് ആയിട്ട് മാറും. അപ്പോൾ ഈ യൂട്ടറ്റിക് റിയാക്ഷൻ നടക്കുന്ന എവിടെയാണ്, ഈ കോമ്പോസിഷനിലാണ്. 71.9 എന്ന് പറഞ്ഞ കോമ്പോസിഷനും 779 ഡിഗ്രി സെൽഷ്യസിലും വെച്ചിട്ടാണ് യൂട്ടറ്റിക് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ലിക്വിഡ് എങ്ങോട്ടായിട്ട് നോക്കി ഡയറക്റ്റ് സോളിഡായിട്ട് മാറുന്നത് അല്ലേ. ഇവിടെ സോളിഡിന് പോകുമ്പോൾ രണ്ട് ഫേസ് ഉണ്ട്, ആൽഫയുണ്ട് ബീറ്റയുണ്ട്. ആ ഒരു റിയാക്ഷനെ പറയുന്ന പേരാണ് എന്ത് പറയുന്നത് യൂട്ടറ്റിക് റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ലിക്വിഡ് കോമ്പോസിഷൻ ലിക്വിഡ് കോമ്പോസിഷനകത്ത് 71.9 വെയിറ്റ് % ഉള്ള സിൽവർ കൂൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ആൽഫയും കിട്ടി ബീറ്റയും കിട്ടി. ആൽഫയ്ക്കകത്ത് സിൽവർ എത്ര ഉണ്ട്, മാക്സിമം 7.9 വെയിറ്റ് % എടുത്തുള്ളൂ, അത് ഓൾറെഡി പറഞ്ഞു. ബീറ്റയ്ക്കകത്ത് സിൽവർ എത്ര 71.2 വെയിറ്റ് % സിൽവർ വരും. അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ച് വെച്ചേക്കുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ യൂട്ടറ്റിക് പോയിൻ്റ് എന്താണ്, യൂട്ടറ്റിക് പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേന് ആ മെൽറ്റിംഗ് പോയിൻ്റ് ലോവസ്റ്റ് ആയിട്ടുള്ള പോയിൻ്റ് വെച്ച് ഇത് കൂൾ ചെയ്യുമ്പം പെട്ടെന്ന് സോളിഡിഫിക്കേഷൻ രണ്ട് സോളിഡ് സൊല്യൂഷനായിട്ട് മാറുന്നു ഇല്ലേ. ആ ഒരു പോയിൻറ്റിനെ പറയുന്നത്. അപ്പോൾ സിൽവർ ആഡ് ചെയ്ത് ഏത് പോയിൻ്റിലാണോ ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിൻ്റ് കിട്ടുന്നത് ആ പോയിൻ്റ് ആയിരിക്കും എന്ന് പറയുന്നത് യൂട്ടറ്റിക് പോയിൻ്റ്. അപ്പോൾ ആ പോയിൻ്റ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇതടിക്കും ഏറ്റവും മിനിമം മെൽറ്റിംഗ് പോയിൻ്റ് അല്ലേ കിട്ടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് കണ്ടോ, ഇവിടെ നോക്കി, ഇവിടെ ഈ ഭാഗത്ത് അലോയ്യ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഈ പോയിൻ്റ് എടുത്തപ്പോൾ ഇവിടെ കോപ്പറിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ, സിൽവറിൻ്റെ കണ്ടു, അവിടുത്തെ മെൽറ്റിംഗ് പോയിൻ്റ് കണ്ട 1084 കൂടുതൽ. ഇവിടെ ഒരു പോയിൻ്റ് എടുത്ത്, അപ്പോൾ ഈ പോയിൻ്റ് എടുത്തപ്പം അവിടെ സിൽവറിൻ്റെ കണ്ടൻറ്റ് കുറച്ചുകൂടെ കൂടി, അപ്പം മെൽറ്റിംഗ് പോയിൻ്റ് കുറച്ചുകൂടെ കുറഞ്ഞ് അല്ലേ. നോക്കി മെൽറ്റിംഗ് പോയിൻ്റ് കുറഞ്ഞ്, പിന്നെ അടുത്ത പോയിൻ്റ് എടുത്ത് അല്ലേ. അങ്ങനെ പല കോമ്പോസിഷൻ, ഇതെന്താ പല കോമ്പോസിഷനാണ്. അങ്ങനെ പല കോമ്പോസിഷൻ മാറ്റി കോമ്പോസിഷൻ സിൽവറിൻ്റെ കണ്ടൻറ്റ് കൂടി 71.19 എന്ന് പറയുന്ന കോമ്പോസിഷൻ എത്തിയപ്പോൾ ഏറ്റവും മിനിമം മെൽറ്റിംഗ് പോയിൻ്റ് കിട്ടി. ആ മെൽറ്റിംഗ് പോയിൻ്റ് കിട്ടുന്ന ആ പോയിൻ്റിനെ പറയുന്ന പേരാണ് യൂട്ടറ്റിക് പോയിൻ്റ്. അത് കഴിയുമ്പോൾ ടെമ്പറേച്ചർ കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് യൂട്ടറ്റിക് റിയാക്ഷൻ്റെ ഏറ്റവും ബേസിക് കോൺസെപ്റ്റ്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഇത്രയും മതി. നമുക്ക് അടുത്ത വീഡിയോയിനകത്ത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. അപ്പോൾ ഇതിനകത്ത് യൂട്ടറ്റിക് റിയാക്ഷൻ നടക്കുന്ന എവിടെയാണ് 71.19 ലിക്വിഡ് 71.19 ലിക്വിഡ് ഫേസ് നമ്മൾ കൂൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, 779 ഡിഗ്രി സെൽഷ്യസ് താഴെ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഒരു സോളിഡ് സൊല്യൂഷൻ ഉണ്ടാകുന്നു. അതിനകത്ത് രണ്ട് സോളിഡ് സൊല്യൂഷൻ ഉണ്ടാകുന്നു. അതിനകത്ത് എന്തൊക്കെയാണ്, ആൽഫയുണ്ട് ബീറ്റയുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ.
അപ്പോൾ യൂട്രറ്റിക് പോയിൻ്റ് എന്ന് പറയുമ്പം 71.19%ിലുള്ള ലിക്വിഡ് നമ്മൾ കൂൾ ചെയ്യുമ്പോൾ രണ്ട് സോളിഡ് സൊല്യൂഷൻസ് ഉണ്ടാകുന്ന ആൽഫയും ബീറ്റയും. ആൽഫയുടെ സോലുബിലിറ്റി ആൽഫ എന്ന് പറയുമ്പോഴത്തേന് സോൾവെൻ്റ് ആറ്റം കോപ്പറാണ്, സൊല്യൂട്ട് ആറ്റം സിൽവറാണ്. സിൽവറിൻ്റെ സോലുബിലിറ്റി കോപ്പറിനകത്ത് മാക്സിമം 7.9 വരെ ഉള്ളൂ. ബീറ്റ എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് സോൾവെൻ്റ് ആറ്റം ആണ്, സിൽവറാണ്, കോപ്പർ ആറ്റം സൊല്യൂട്ടാണ്. അതിൻ്റെ സോലുബിലിറ്റി മാക്സിമം എത്ര 8.8 വരും. അത് 9.12 എത്തണോ 8.8% കോപ്പർ മാത്രമേ സിൽവറിനകത്ത് റിസോൾവ് ആകത്തുള്ളൂ. ഇത്രയാണ് ഈ ഒരു സെക്ഷനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഇത്രയും കാണുക, നോട്ട്സ് എഴുതുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.